സമ്പത്തിൻ്റെ സുവിശേഷം എന്ന സാമ്പത്തിക പഠന വിചിന്തന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ഓരോ എപ്പിസോഡുകളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശ്രേഷ്ഠമായും ധന്യമായും വളരാനും വളർത്താനുമുള്ള ചില ടിപ്പുകൾ അല്ലെങ്കിൽ സഹായകരമായ ചില ഘടകങ്ങളാണ് നമ്മൾ ഓരോ എപ്പിസോഡിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകളാണ് ഈ എപ്പിസോഡുകളിലൂടെ നിഴലിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടണമെന്ന് തന്നെയാണ് നമ്മളുടെയും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെയും നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെയും ഒക്കെ ആഗ്രഹം. നമ്മളെല്ലാവരും സാമ്പത്തികമായി വളർന്ന് ഉയർന്ന് ജീവിതം മനോഹരമാകാനും ജീവിതത്തെ പോസിറ്റീവായി നിയതമായി കാണാനും സഹായിക്കുന്ന സാമ്പത്തിക ചിന്തകൾ എപ്പോഴും ജീവിതത്തെ വളർത്തുന്നുണ്ട്. സമ്പത്തുണ്ടാവുക എന്നത് അതിനാൽ തന്നെ തെറ്റൊന്നുമല്ല. സാമ്പത്തികമായി വളരുന്നതും ജീവിതത്തെ മനോഹരമാക്കുന്നതും പോസിറ്റീവാണ്, നിയതമായ കാര്യമാണ്, ഭാവാത്മകമാണ്. ദൈവവും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതം വളരെ മനോഹരമാകണമെന്ന് തന്നെയാണ്. ഉദാഹരണത്തിന് 3 യോഹന്നാൻ 1:2 രണ്ടാം വാക്യം. വാത്സല്യഭാജനമേ, നിൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും സമൃദ്ധി നമുക്കുണ്ടാകണമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹവും അഭിലാഷവും. അതുകൊണ്ടാണ് ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്ന പോലെ ആസ് യുവർ സ്പിരിറ്റ് ഈസ് ഇൻ ഗുഡ് സ്റ്റേറ്റ് ആത്മാവ് ശുഭസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അതിനകത്ത് സമ്പത്തും ഒക്കെ പെടുന്നുണ്ട്. ആത്മാവും ശരീരവും മനസ്സും വ്യാപാരങ്ങളും ബന്ധങ്ങളും എല്ലാം ഐശ്വര്യപൂർണമായിട്ടുള്ളൊരു ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ സങ്കീർത്തനം 35-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ബൈബിളിലൂടെ ചില ഭാഗങ്ങളിലൂടെയാണ് ഈ എപ്പിസോഡിൽ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കാര്യമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ബൈബിൾ എടുക്കുന്നത് സഹായകരമായിരിക്കും. 35-ാം സങ്കീർത്തനത്തിൽ 27-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ്. തൻ്റെ ദാസൻ്റെ ശ്രേയസ് നമ്മൾ പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിയാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യജീവിതം വളരെ മനോഹരമായി അഭിവൃദ്ധിപ്പെടണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 8-ാം വാക്യം. നിൻ്റെ കളപ്പുരകളിലും നിൻ്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നു. നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിന് അനുഗ്രഹിക്കാൻ മാത്രമേ അറിയാവുള്ളൂ. അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ബ്ലെസ്സിങ്സ് എന്ന് പറയും. നമ്മളെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. ഈ അനുഗ്രഹം സാമ്പത്തിക മേഖലകളിലും കൂടി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിക്കണമെന്നും നമ്മൾ ഏർപ്പെടുന്ന ഏത് മണ്ഡലങ്ങളിലും, അത് തൊഴിൽ രംഗമാകട്ടെ ബിസിനസ് രംഗമാകട്ടെ, ഏത് മണ്ഡലങ്ങളിലും നമ്മൾ ഓരോ ദിവസവും ക്രമാനുഗതമായി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കണമെന്നുമാണ് തമ്പുരാൻ അപേക്ഷിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതം മെച്ചപ്പെടണമെങ്കിൽ എപ്രകാരമാണ് നമ്മൾ അതനുസരിച്ച് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചിന്തകളിലേക്കാണ് ഈ എപ്പിസോഡ് വെളിച്ചം വീശുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എല്ലാത്തിലും സമൃദ്ധി ഉണ്ടാവുകയും എല്ലാവർക്കും അനുഗ്രഹമാവുകയും ചെയ്യാൻ നമ്മുടെ ജീവിതം എപ്രകാരം ക്രമപ്പെടുത്തണം. ചില പടവുകൾ ശ്രദ്ധിക്കുന്നത്, ശ്രവിക്കുന്നത്, പ്രാവർത്തികമാക്കുന്നത് നമുക്ക് അനുഗ്രഹപ്രദമാകും. ഒന്നാമത്തത്, ഞാനിങ്ങനെ ജീവിക്കാൻ പാടില്ല, ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് മെച്ചപ്പെട്ട ജീവിതം നയിക്കും എന്ന് പോസിറ്റീവായിട്ട് നമ്മളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. തിങ്ക് പോസിറ്റീവ്ലി, ഫീൽ പോസിറ്റീവ്ലി ആൻഡ് സ്പീക്ക് പോസിറ്റീവ്ലി. നെഗറ്റീവായിട്ട് ഒരിക്കലും സംസാരിക്കാതിരിക്കുക. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി, ഞാനൊരു പരാജയമാണ്, എൻ്റെ ജീവിതത്തിന് രക്ഷപ്പെടാൻ പോണില്ല, അല്ലേലും ഇങ്ങനെയൊക്കെ തന്നെ എനിക്ക് വരുള്ളൂ. ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കാതെ പോസിറ്റീവായിട്ട് എന്നെ സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിച്ച് നടത്തുന്ന ദൈവം എൻ്റെ ജീവിതത്തെ ക്രമാനുഗതമായി പടിപടിയായി എൻ്റെ ജീവിതത്തെ വളർത്തും ഉയർത്തുമെന്ന് പോസിറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക.
ഒരു നിഷേധാത്മകമായ സാഹചര്യത്തിൽ പോലും ദൈവത്തെ ഉയർത്തി സംസാരിക്കാൻ നമുക്ക് സാധിക്കുക എന്നതാണ് വിശ്വാസം. അബ്രഹാത്തെ വിശ്വാസികളുടെ പിതാവ് എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ഒരു കാര്യത്തിനും തീർച്ചയില്ലാതിരുന്നൊരു സമയത്ത് ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് പോലും അറിയാതിരിക്കുന്ന സമയത്ത് ദൈവം തരും എന്ന അബ്രഹത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് വീണു. അബ്രഹത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് വീണത് ആ ഒരു നിഷേധാത്മകമായ നെഗറ്റീവ് സിറ്റുവേഷനിലാണെന്ന് ഓർക്കണം. ദൈവം തരും, ദൈവം ശരിയാക്കും, ദൈവം അനുഗ്രഹിക്കും, ദൈവം വളർത്തും, ദൈവം ഉയർത്തും. ഇങ്ങനെ പോസിറ്റീവായിട്ട് മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കാൻ നമ്മൾ പഠിക്കണം എപ്പോഴും. നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമല്ല, എൻ്റെ മകൾക്ക് റാങ്ക് കിട്ടി, പ്രൈസ് ദി ലോർഡ് എന്ന് പറയാൻ ആർക്ക് സാധിക്കും? മറിച്ച് എൻ്റെ മകൾ ഒരു പേപ്പറിന് തോറ്റുപോയി, ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റുരയ്ക്കപ്പെടുന്നത്. അപ്പോൾ പ്രഥമമായിട്ടുള്ള ഒരു ആശയം എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്, ഏതൊരു സിറ്റുവേഷനിലും ഞാൻ ദൈവത്തെ ഉയർത്തി സംസാരിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ എനിക്കിപ്പോൾ ജോലിയൊന്നുമില്ല എങ്കിൽ ദൈവം എനിക്ക് ജോലി തരും എന്ന് പറയുക. നിലവിലുള്ള ജോലി കൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ പറയുക, ദൈവം എനിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട തീരങ്ങൾ, മെച്ചപ്പെട്ട ജോലി തരും. വീട് പണിയണമെന്ന്, എങ്ങനെ വീട് പണിയണമെന്ന് അറിയാതിരിക്കുന്നൊരു സമയത്ത്, ഏത് രീതിയിൽ എവിടെ നിന്ന് കാശ് കിട്ടി എന്ന് ചിന്തിക്കാനോ പറയാനോ പറ്റാതിരിക്കുന്ന സമയത്ത് ദൈവം എനിക്ക് മനോഹരമായൊരു ഭവനം തരും. ഇങ്ങനെ പോസിറ്റീവായിട്ട് സംസാരിക്കുക. ഐ ഹാവ് എ ബെറ്റർ ഡ്രീം, ഐ ഹാവ് എ ബെറ്റർ ലൈഫ്. അങ്ങനെ സംസാരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. അങ്ങനെ നമ്മൾ സാമ്പത്തിക രംഗത്ത് ദൈവത്തെ ഉയർത്തി സംസാരിക്കുമ്പോൾ നമ്മളിൽ പോസിറ്റീവ് എനർജി നിറയുന്നു എന്നത് മാത്രമല്ല, അതിനുവേണ്ടി പണിയെടുക്കാനുള്ള ഒരു അഭിനിവേശം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി ഉള്ളതുകൊണ്ട് തന്നെ അവർ പോസിറ്റീവായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. നേരെ തിരിച്ച് ഒന്നും ശരിയാകുന്നില്ലെന്നേ, കടത്തോട് കടം വീടാനും പോണില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എങ്ങനെയാണ് ദൈവത്തിന് സ്പർശിച്ച് അനുഗ്രഹപ്രദമാകാൻ? അതാണ് നമ്മൾ യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മളിപ്പോൾ വായിച്ചത്. 3 യോഹന്നാൻ 2 നമ്മൾ വായിച്ചു, എൻ്റെ വാത്സല്യ ഭാജനമേ, നിൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ എല്ലാ കാര്യത്തിലും നിനക്ക് അനുഗ്രഹമുണ്ടാകട്ടെ, ഐശ്വര്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഐശ്വര്യം ഉണ്ടാകും എന്ന് പറയുക, ചിന്തിക്കുക. രണ്ടാമത്തത്, ആദ്യത്തെ ഒരു ലക്ഷ്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ലക്ഷ്യത്തിലുള്ള സംസാരമാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തത്, നമുക്ക് ഉള്ളതിനെ കൗണ്ട് ചെയ്യാൻ പഠിക്കണം. ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നമുക്കുള്ളത് എനിക്ക് എന്തൊക്കെയുണ്ട്. എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട്, നല്ല മാതാപിതാക്കളുണ്ട്, നല്ല കുഞ്ഞുങ്ങളുണ്ട്, നല്ല ജീവിത പങ്കാളിയുണ്ട്, നല്ലൊരു തൊഴിലുണ്ട്, തൊഴിൽ മേഖലയുണ്ട്, നല്ല ബന്ധങ്ങളുണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ട്, നല്ല അഭ്യുദയകാംക്ഷികളുണ്ട്. ഇങ്ങനെ നമുക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ചിന്തിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് ഉള്ളതിനെക്കുറിച്ച്, ഇല്ലാത്തതിനെക്കുറിച്ച് പരാതിപ്പെട്ടുകൊണ്ടിരിക്കലല്ല, എനിക്കുള്ളതിനെക്കുറിച്ച് ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുക. നമുക്കുള്ളതിനെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ നമ്മൾ ഇടപെടാൻ തുടങ്ങും. അപ്പോൾ ഇല്ലാത്തതിനെക്കുറിച്ച് ആദ്യ പിടിക്കാതെ ഇല്ലാത്തതിനെക്കുറിച്ച് ആദ്യം പിടിക്കുമ്പോൾ ഒരു താലന്ത് കൊണ്ട് കുഴിച്ചിട്ടവനെ പോലെയായി നമ്മൾ മാറും. ഉള്ളതുപോലും മനസ്സിലാക്കാനോ ഉള്ളതുപോലും ഉപയോഗിക്കാനോ പറ്റില്ല. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 21-ാം വാക്യത്തിൽ ചെറിയ കാര്യങ്ങളിലുള്ളൊരു വിശ്വസ്തതയെക്കുറിച്ച് പറയുന്നു. ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനായവൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും. കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ചെറിയ കാര്യങ്ങളുടെ വിശ്വസ്തതയെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അതിമനോഹാരിതയെയാണ് സൂചിപ്പിക്കുന്നത്. എൻ്റെ ചെറിയ വീട്, എൻ്റെ ചെറിയ ലോകം, ഞാനതിൽ സന്തോഷിക്കുന്നു, ഞാനതിൽ ആനന്ദം കൊള്ളുന്നു. കാരണം കർത്താവാണ് എന്നെ നയിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കാൻ. ഇപ്രകാരം നമ്മൾ പറയാറുണ്ട്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നമുക്കിങ്ങനെ വിലയിരുത്താൻ പറ്റും. പണം അതിയായിട്ടുള്ളപ്പോൾ അയാളങ്ങനെ ജീവിക്കുന്നുവെന്നും പണം ഒന്നുമില്ലാത്തപ്പോൾ അയാളങ്ങനെ ജീവിക്കുന്നുവെന്നും. രണ്ടും പ്രധാനപ്പെട്ടതാണ്.
പണം ആവശ്യത്തിലധികം വന്നുകൂടി കഴിയുമ്പോൾ ഒരു മനുഷ്യനെങ്ങനെ ജീവിക്കുന്നു എന്നതും പ്രധാനപ്പെട്ടാണ്. പണം ആവശ്യത്തിന് ഇല്ലാതെ വരുമ്പോൾ ആ മനുഷ്യനെങ്ങനെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്താണ്? ഫിലിപ്പിയക്കാരുടെ ലേഖനത്തിൽ നമ്മൾ എപ്പോഴും വായിക്കുന്നില്ല, എൻ്റെ ദൈവം തൻ്റെ സമ്പന്നതയിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും. പൗലോസ്ലീഹയുടെ വരിയാണല്ലേ, വളരെ മനോഹരമായ വരിയാണ്. എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും. നമുക്കതൊന്ന് എടുക്കാം. ഫിലിപ്പിയക്കാരുടെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 12-ാം വാക്യം. എന്നെ ശ്രവിക്കുന്നവർ ബൈബിളെടുത്ത് ആ ഭാഗമെടുത്ത് ഇങ്ങനെ പഠിച്ച് എഴുതി പോവുകയാണെങ്കിൽ മനോഹരമായിട്ട് നമുക്ക് ഈ വിഷയത്തെ അപ്രോച്ച് ചെയ്യാൻ, സമീപിക്കാനും മനോഹരമായിട്ട് വിഷയത്തിൽ വളരാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം. സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അത് സുഭിക്ഷതയിലും ദുർഭിക്ഷതയിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. പൗലോസ് ഒരു ജീവിത ശൈലിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കണ്ട 19-ാം വാക്യത്തിൽ നമ്മളെത്തുന്നു. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി ത്രൂ ജീസസ് ക്രൈസ്റ്റ് നമുക്കാവശ്യമായിട്ടുള്ളതെല്ലാം നൽകും. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്നല്ല കേട്ടോ, നമുക്കാവശ്യമായിട്ടുള്ളതെല്ലാം നൽകും. നമ്മൾക്ക് ഉള്ളതിനെ കൗണ്ട് ചെയ്തുകൊണ്ട് ദൈവത്തെ ഏറ്റുപറയുന്നു. അപ്പോൾ ഒരു ജീവിത സമീപനമാണ് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് തരുന്നതല്ലേ. ഏതൊരു സാഹചര്യത്തിലും ജീവിക്കാൻ പറ്റും. ഒരു ഡ്രസ്സുണ്ടെങ്കിലും 10 ഡ്രസ്സുണ്ടെങ്കിലും, ഒരു കറിയേ ഉള്ളതെങ്കിലും ധാരാളം വിഭവങ്ങളുണ്ടെങ്കിലും ഏതൊരു സാഹചര്യത്തിലും ഒരേപോലെ ജീവിക്കാൻ സാധിക്കും എനിക്ക്. ഇത് ദൈവത്തോടും ദൈവീക അനുഗ്രഹങ്ങളോടും നമ്മൾ കാണിക്കുന്ന ഒരു നല്ല കൃത്യമായ സമീപനമാണ്. ഇതിനെ നമ്മളൊരു കണ്ടൻറ്റ്മെൻ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചാണ് എക്കണോമിക്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അതൊരു സാറ്റിസ്ഫാക്ഷൻ അല്ല, സംതൃപ്തിയല്ല. സംതൃപ്തിയേക്കാളും വലിയൊരു തലമാണ് ഈ കണ്ടൻറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഉള്ളതിനെ അംഗീകരിക്കാനും ഉള്ളതിനെ മെച്ചപ്പെടുത്താനുമുള്ള ആഗ്രഹം. നമ്മൾ ഒന്നാമത്തെ പോയിന്റിൽ ഒരു ഡ്രീമിനെ കുറിച്ചും, ഐ ഹാവ് എ ഡ്രീം കേൾക്കുമ്പോൾ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഒരു പ്രസംഗമായിരിക്കാം ഓർമ്മ വരുന്നത് അല്ലേ. ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട്. എന്താണ് ഇവിടെ സ്വപ്നം? എൻ്റെ സാമ്പത്തിക മേഖലയിൽ ദൈവം എന്നെ അനുഗ്രഹിക്കും. രണ്ടാമത്, ഞാൻ ദൈവം തന്നതിനെല്ലാം കൗണ്ട് ചെയ്യുകയാണ്. കാരണം എനിക്ക് ഏതൊരു സാഹചര്യത്തിലും ജീവിക്കാൻ പറ്റും. സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിൽ കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. സുഭിക്ഷതയിലും ദുർഭിക്ഷതയിലും, ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും. കാരണം എന്താണെന്ന് പറയുക, എന്നെ ശക്തനാക്കുന്നുണ്ട്. അത് ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥകളിലും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്ന ദൈവം നൽകുന്ന പരമമായ ശക്തി മൂലമാണ്. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ഐ ഡോണ്ട് നോ. സാധാരണ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ചില കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ വരുന്ന ചില സിറ്റുവേഷനിലൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറ്. ലോർഡ്, ഐ ഓഫർ ടു യു ദിസ് സിറ്റുവേഷൻ. ഈ സാഹചര്യത്തെ ഞാൻ നിൻ്റെ പക്കലേക്ക് സമർപ്പിക്കുന്നു. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദ സൊല്യൂഷൻ, ബട്ട് യു നോ. ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ കർത്താവിനറിയാം. ആൻഡ് ഐ ട്രസ്റ്റ് ഇൻ യു ആൻഡ് ഇൻ യു ഓൺലി. ദിസ് ഈസ് മൈ പ്രെയർ. ഇതെൻ്റെ ഒരു പേഴ്സണൽ പ്രെയറാണ് കേട്ടോ. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ആൻഡ് ഇൻ യു ഓൺലി. നിന്നിൽ. കാരണം കർത്താവിൻ്റെ കയ്യിൽ ഏതൊരു സാഹചര്യത്തിലും സൊല്യൂഷനുണ്ട്. മാനുഷികമായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ സാഹചര്യത്തിൽ എന്താണ് സൊല്യൂഷൻ എന്നറിയത്തില്ല, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല. ബട്ട് ഹി ഹാസ് എ സൊല്യൂഷൻ. സോ ഐ ഓഫർ ടു യു. അതാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് സാധിക്കും. എൻ്റെ ഞെരുക്കങ്ങളിൽ ഒക്കെ കർത്താവിൻ്റെ കൂടെയുണ്ട്. കാരണം ദൈവം റിച്ചാണ്. ഗോഡ് ഈസ് റിച്ച്. വളരെ റിച്ചായ ഒരു അപ്പനാണ് എനിക്കുള്ളത്. ക്രിസ്തീയതയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സത്ത എന്ന് പറയുന്നത്, ക്രൈസ്തവ ജീവിത രീതിയുടെ ഏറ്റവും വലിയ സത്ത എന്ന് പറയുന്നത്, ക്രിസ്ത്യാനിറ്റി ഈസ് മോർ ദാൻ എ റിലീജിയൻ, ഇറ്റ്സ് എ റിലേഷൻഷിപ്പ്. ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് അപ്പനെ കാണിച്ചു തരാനാണ്. റിച്ചായ അപ്പനെ, റിച്ച്നെസ് ഉള്ള അപ്പനെ. ഈ ഒരു ബന്ധം സൃഷ്ടിക്കലായിരുന്നു ക്രിസ്തു ചെയ്തത്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം. ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ക്രിസ്തീയ ജീവിത ശൈലിയിലേക്കാണ്
ക്രിസ്തു നമ്മളെ നടത്തിച്ച് അല്ലെങ്കിൽ നമ്മളെ എത്തിച്ചത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അത് മനസ്സിലാക്കിയിട്ട് പറയുന്നത്, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന്, ഗോഡ് ഈസ് റിച്ച് ഇൻ ഹിസ് ഗ്ലോറി, എനിക്കാവശ്യമുള്ളതെല്ലാം തരും. അതുകൊണ്ടാണ് ഈശോ പഠിപ്പിച്ചത്, എന്ത് ഭക്ഷിക്കും എന്ത് ധരിക്കുമെന്ന് വിജാതീയരാണ് ചിന്തിക്കുന്നത്, അക്രൈസ്തവരാണ്. നിങ്ങളങ്ങനെ ആകരുത്. യു ഹാവ് എ ഗോഡ് ആൻഡ് ഗോഡ് ഈസ് റിച്ച്. തൻ്റെ സമ്പന്നനായ മഹത്വത്തിൽ സമ്പന്നതയുള്ള ദൈവത്തിൻ്റെ കയ്യിലെല്ലാമുണ്ട്. അതുകൊണ്ട് എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് കടമായിരിക്കാം, എനിക്ക് ജോലിയില്ലായിരിക്കാം, എനിക്ക് വീടില്ലായിരിക്കാം, ഞെരുക്കത്തിൻ്റെ എല്ലാ അവസ്ഥകളിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. ബട്ട് മൈ ഫാദർ ഈസ് റിച്ച്. ഐ ഹാവ് എ റിച്ച് ഡാഡി. എനിക്ക് സമ്പന്നനായൊരു ദൈവമുണ്ട്. ഈ സമ്പന്നനായ ദൈവത്തിലേക്ക് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സാമ്പത്തികമായി നമ്മൾ വളരാനുള്ള ഏറ്റവും വലിയ. കഴിഞ്ഞ ദിവസം ഗൾഫിൽ ജോലിയുള്ളൊരു വ്യക്തി എന്നോട് പറയുമായിരുന്നു, ഒരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ 3 മാസത്തെ വിസിറ്റിംഗ് വിസ എടുത്ത് വെറുതെ ഗൾഫിൽ പോയി. എന്തെങ്കിലും തൊഴിൽ കിട്ടുമെന്ന് പറഞ്ഞ് 3 മാസവും ഞാൻ അലഞ്ഞോടെ. എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദുബായിലൊരു മനോഹരമായ വലിയ ദേവാലയത്തിൽ ഇപ്പം ഞാൻ എന്നും 1-2 മണിക്കൂർ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് കിട്ടുന്ന ഇൻ്റർവ്യൂകൾക്കൊക്കെ പോയിക്കൊണ്ടിരിക്കണം, ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതേ പറയാം, എനിക്കറിയാം കർത്താവിൻ്റെ കയ്യിൽ എനിക്കുള്ള ജോലിയുണ്ട്, കിട്ടും. പോകുന്നതിൻ്റെ പോരേണ്ട 3 മാസം അടുത്ത് പോരേണ്ടതിൻ്റെ 2 ദിവസം മുമ്പ് ഒരു പരസ്യം കാണുകയാണ്, മലയാള ഭാഷ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്നവരെ ആവശ്യമുണ്ട്. അപ്പോൾ യുവാവ് എന്നോട് പറയാന്ന്, എനിക്കാകെ അറിയാവുന്നത് മലയാളമാണ്. വളരെ കഷ്ടപ്പെട്ട് തൊട്ട് തല്ലോടി ഇംഗ്ലീഷ് വേണേൽ പറയാം. മലയാള ഭാഷ സംസാരിക്കുന്ന ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ ജോലിയാണ്. നന്നായി മലയാളം പറയാൻ സാധിക്കണം. ഞാൻ പെട്ടെന്ന് പോയി, എനിക്ക് ആ ജോലി കിട്ടി. അതുകൊണ്ട് എനിക്ക് ജോബ് വിസ ആക്കാൻ പറ്റി. എൻ്റെ കയ്യിലുള്ള ഏക മെറിറ്റ് എന്ന് പറയുന്നത് മലയാളം പറയാൻ അറിയാവുന്നതാണ്. അതിനെ കർത്താവ് ഉപയോഗിച്ചു. കാരണം ഞാൻ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് കയറിയ വ്യക്തി പിന്നെ സെയിൽസ് എക്സിക്യൂട്ടീവായി, സെയിൽസ് മാനേജറായി, റീജിയണൽ മാനേജറായി. പിന്നീട് ആ വ്യക്തി ജോലി ഉപേക്ഷിച്ച് സ്വന്തം ബിസിനസ് തുടങ്ങി. ഇന്ന് ബിസിനസ്സിൽ വളരെയധികം വളർന്നു, സാമ്പത്തികമായി വളരെയധികം ഉയർന്നു. പക്ഷെ അദ്ദേഹം എളിമയോടെ എന്നോട് പറയാണ്, എൻ്റെ ജീവിതം തുടങ്ങുന്നത് ഈ മലയാള ഭാഷ അറിയാമെന്നുള്ള ഒരു ചെറിയ പരസ്യത്തിൻ്റെ പുറത്താണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഉള്ളതിനെ അംഗീകരിക്കുക, ഉള്ളതിനെ മനസ്സിലാക്കുക. കർത്താവ് പടിപടിയായിട്ട് നമ്മളെ ഉയർത്തും. മൂന്നാമത്തെ ഒരു തലം, ഒന്നാമത് ഞാൻ പറഞ്ഞ ഒരു ഡ്രീമാണ്, ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ജീവിതം മെച്ചപ്പെടും 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. പോസിറ്റീവായിട്ട് മാത്രം സംസാരിച്ചുകൊണ്ടേയിരിക്കുക, നെഗറ്റീവായിട്ട് പറയാതിരിക്കുക. ദൈവം തരും തരും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. മൊത്തത്തിൽ ശൂന്യതയുള്ളപ്പോഴും ചുറ്റുപാടുകളിൽ അന്ധകാരമുള്ളപ്പോഴും പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. 2, കൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. എനിക്ക് എന്തൊക്കെയുണ്ട്. വെറും ഒരു മലയാളം അറിയാവുന്ന എന്നെ ഇന്ന് ഗൾഫിൽ കോടീശ്വരനാക്കി മാറ്റി ദൈവം. കാരണം ഞാൻ ഉള്ളതിനെക്കുറിച്ച് ദൈവത്തിൽ ആശ്രയിച്ചു. മൂന്നാമത്തെ ഒരു തലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ധനമുണ്ടാക്കുക എന്നതാണോ ജീവിത ലക്ഷ്യം? പലരും എന്നോട് ചോദിക്കാറുള്ളതാണ്. ധനമുണ്ടാക്കുക. തിമോത്തിക്ക് ലേഖനത്തിൽ സാമ്പത്തികമായിട്ട് നമ്മൾ ഏറ്റവും സമീപിക്കേണ്ട ഒരു മേഖല തിമോത്തിക്ക് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് തിമോത്തിക്ക്. ഈ ഒരു ഭാഗം നിങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. 1 തിമോത്തി 6-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. 1 തിമോത്തി 6-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ എടുക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും. പലപ്പോഴും ചിലരെങ്കിലും എന്നോട് പറയാറുണ്ട്, ടീച്ചർ എപ്പോഴും ഇങ്ങനെ സമ്പത്തിൻ്റെ കാര്യം സംസാരിക്കുന്നത് എന്താണ്? ഞാൻ പറയും, സമ്പത്ത് ദൈവം മനുഷ്യൻ നൽകിയിരിക്കുന്ന ഏറ്റവും നല്ല വരദാനമാണ്. ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ മെച്ചപ്പെടാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു മേഖല, ഒരു സൂചികയാണത്. അതിനോടുള്ള നമ്മുടെ സമീപനം അനുസരിച്ച് ദൈവം നമ്മളെ ആ മേഖല വളർത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ദൈവം വളർത്തിക്കൊണ്ടൊക്കെ കിട്ടുന്നതനുസരിച്ച്, ആൾക്കാർ കൊടുക്കുന്നതനുസരിച്ചാണ് എല്ലാം വളരുന്നത്. നമ്മൾ കാണുന്ന മനോഹരമായ ദേവാലയങ്ങൾ, മനോഹരമായ കെട്ടിടങ്ങളൊക്കെ അനേകം പേരുടെ സാമ്പത്തിക വളർച്ചയുടെ ഫലമാണ്. അതുകൊണ്ട് സാമ്പത്തികത്തെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ എക്കണോമിക്സ് പ്രൊഫസർ ആയതുകൊണ്ട് മാത്രമല്ല,
ഈ മേഖലയിലുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളെ നല്ലപോലെ അടുത്തറിയുന്നതുകൊണ്ടാണ്. സമ്പത്തിൽ അഹങ്കരിക്കുന്നവൻ തകരുന്നതും സമ്പത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഉയരുന്നതും ഞാൻ അടുത്തിരുന്ന് ഒപ്പിയെടുത്ത് മനസ്സിലാക്കാറുണ്ട്. തകർന്നുപോയ പല കുടുംബങ്ങളും, സാമ്പത്തികമായി തകർന്നുപോയ കുടുംബങ്ങൾ ഞാനെടുത്ത് പഠിക്കും. എവിടെയാണ് പാളിച്ച വന്നത്? സമ്പത്തിൽ ദൈവത്തെക്കാളേറെ അവർ സമ്പത്തിനെ ആകെ മോഹിച്ചു. സാമ്പത്തികമായി ഉയർന്ന കുടുംബങ്ങളെ പഠിക്കുമ്പോൾ അവരുടെ ദൈവാശ്രയം, അവരുടെ എളിമ അവരെ ഇവിടെ എത്തിച്ചു. ഇത് പഠിക്കാൻ വളരെ രസമാണ്. അതുകൊണ്ട് തിമോത്തിക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയണം, നമുക്ക് വളരെ രസകരമാണ്. എൻ്റെ കർത്താവ് പത്രോസിനെ വളർത്തി, പത്രോസ് പൗലോസിനെ വളർത്തി, പൗലോസ് തിമോത്തിയെ വളർത്തുന്നു. ഇതൊരു റിലേ റേസാണ്, ബാറ്റൺ കൈമാറലാണ്. വിശ്വാസത്തിൻ്റെ ബാറ്റൺ കൈമാറുന്നു. സഭയുടെ ഈ വളർച്ച, സഭ ക്രിസ്തുവിൻ്റെ തുടർച്ചയാണെന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ സഭയുടെ വളർച്ച ഇന്ന് തിമോത്തിയിലൂടെ നമ്മൾ പഠിക്കുകയാണ്. എങ്ങനെയാണ് സമ്പത്തിനെ നമ്മൾ സമീപിക്കേണ്ടത്? ദുഷിച്ച മനസ്സുള്ളവരും, 5-ാം വാക്യമാണ്, സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യർ തമ്മിലുള്ള തുടർച്ചയായ വാദകോലാഹലങ്ങളും ഇതിൻ്റെ ഫലമത്രേ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും വരുന്നില്ല, ഇവിടെ നിന്നും ഒന്നും കൊണ്ടുപോകാനും സാധിക്കത്തില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിബന്ധിക്കുന്നു. എന്തെന്നാൽ, അടുത്ത വരിയാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്തിടേണ്ട വരി, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. ഇതിനെ പലരും തെറ്റായി വ്യാഖ്യാനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഭാഗത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കണ്ടിട്ടുണ്ട്. മണി ഈസ് ദ റൂട്ട് ഓഫ് എവരി ഈവിൾ എന്നവർ പറയും. പണമാണ് എല്ലാത്തിൻ്റെയും കുഴപ്പം. അല്ല, പണമല്ല, പണമോഹമാണ്. ധനമല്ല, ധനമോഹമാണ്. രണ്ടാണ്. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഈ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് മൂലം ദുർവ്യാഖ്യാനങ്ങൾ, ഈ ഭാഗത്തേക്ക് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ജോലി ഉപേക്ഷിച്ചവരെ എനിക്കറിയാം, പണിയെടുക്കാത്തവരെ എനിക്കറിയാം, മക്കളെ ഒന്നും നോക്കാത്തവരെ, അല്ലെങ്കിൽ കുടുംബം സംരക്ഷിക്കാത്ത ഒത്തിരി പേരെ എനിക്കറിയാം. പണം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നവരെ എനിക്കറിയാം. ഞാൻ പലപ്പോഴും അങ്ങനെ, കർത്താവ് പണത്തെ അല്ല കുറ്റം പറയുന്നത്, പണമോഹത്തെയാണ് കുറ്റം പറയുന്നത്. പൗലോസ് തിമോത്തിയോട് പറഞ്ഞു കൊടുക്കുന്നത് ധനത്തെയും അല്ല, ധനമോഹത്തെയാണ് കുറ്റപ്പെടുത്തുന്നത്. ദ റൂട്ട് ഓഫ് ഈവിൾ എന്ന് പറയുന്നത് മണിയല്ല, മണിയോടുള്ള ആർത്തിയാണ്. പണത്തിനോടുള്ള ആർത്തി വന്നു കഴിഞ്ഞാൽ എന്തു പറ്റും? ബന്ധങ്ങളില്ല, നന്മ തിന്മകൾ വിവേചിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു, പാപത്തിലേക്ക് വീഴുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വാസത്തിൽ നിന്ന് തന്നെ വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും അസാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സമ്പത്തിനെ സമീപിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, സാമ്പത്തികമായിട്ട് നമ്മൾ വളരണം, പക്ഷെ അതിനോട് അറ്റാച്ച്ഡ് ആകരുത്. അതുകൊണ്ടാണ് ധനികനായ യുവാവിൻ്റെ ഉപമയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുന്നത്, അവനെ നോക്കി കർത്താവ് സങ്കടത്തോടെ നിന്നു. കാരണം അവൻ അതിരറ്റ ധനമുണ്ടായിരുന്നു. ഈ ധനത്തോട് അവൻ അറ്റാച്ച്ഡ് ആയിരുന്നു. കുറച്ചങ്ങ് കൊടുക്കാൻ പറഞ്ഞിട്ട് കേൾക്കാൻ പറ്റത്തില്ല, കുറച്ച് കൊടുക്കാൻ പറഞ്ഞു അല്ലേ, വിറ്റിട്ട് അനുഗമിക്കാൻ പറഞ്ഞു, പറ്റത്തില്ല. കാരണം ഹി വാസ് അറ്റാച്ച്ഡ് ടു ഹിസ് മണി. സോ അറ്റാച്ച്മെൻറ്റ് ടു ദ മണി ഈസ് ദ റൂട്ട് ഓഫ് ഈവിൾ, നോട്ട് മണി ഈസ് നോട്ട് ദ ഈവിൾ. അപ്പോൾ അതുകൊണ്ടാണ് ഒട്ടകം സൂചിക്കുഴി എന്നൊക്കെയുള്ള ചില ഇതൊക്കെ വെച്ചുകൊണ്ട് എല്ലാവരും പറയുന്നതുകൊണ്ട് കാശൊന്നും ഉണ്ടാക്കണ്ട, കഷ്ടപ്പെട്ട് ജീവിക്കാമെന്ന് പറയണം. അല്ല, അങ്ങനെയല്ല. നമ്മൾ എല്ലാ കാര്യത്തിലും ശുഭമായിരിക്കണം. നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ എല്ലാത്തിലും നിങ്ങൾക്ക് ശ്രേഷ്ഠത ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന വചനത്തോടെ നമ്മൾ തുടങ്ങിയതല്ലേ, 3 John 2. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, 1, ഐ ഹാവ് എ ഡ്രീം, സ്വപ്നമുണ്ടാവുക. 2, ഉള്ളതിനെ കൗണ്ട് ചെയ്യുക. 3, പണം അധികമായി ഉണ്ടാകുമ്പോഴും
ഒന്നുമില്ലാതിരിക്കുമ്പോഴുമുള്ള എൻ്റെ ജീവിതത്തിലുള്ള മനോഭാവം, മൈ ആറ്റിറ്റ്യൂഡ്, മൈ അറ്റാച്ച്മെൻറ്റ്, ധനത്തെക്കാളും വലുത് ദൈവമാണ്, ബന്ധങ്ങളാണ്, പാപമില്ലാത്ത ജീവിതമാണ്. അതുകൊണ്ട് മണി ഈസ് എ ടൂൾ. ഇറ്റ് ഷുഡ് ബി അവർ മാസ്റ്റർ. ഇറ്റ് ഷുഡ് നോട്ട് ബി അവർ മാസ്റ്റർ, ഇറ്റ് ഷുഡ് ബി അവർ സെർവൻറ്റ്. നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്ന ഒന്നായിരിക്കണം പണം. ഈ സാമ്പത്തിക ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.